ഭയപ്പെടേണ്ട, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്നാണ്. ആ കഠിനമായ പരീക്ഷണത്തിലും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാ. നമ്മൾ പല ആളുകളും പറഞ്ഞു പോകാറുണ്ട്, മൂത്ത പുതിയാപ്പളക്ക് ക്യാൻസറാണ്, രണ്ടാമത്തെ മകന് മാനസികമാണ്, മൂന്നാമത്തെ മകളാണെങ്കിലോ ആക്സിഡന്റായി കാല് പൊട്ടി കിടക്കുകയാ. പറയാറുണ്ട്, എന്റെ അല്ല എന്താ എന്നെ കാണാത്തത്, എന്റെ റബ്ബെന്തിനാ ഇങ്ങനെ എന്നെ പരീക്ഷിക്കുന്നത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലോ എന്നല്ലോ എന്ന് വിലപിക്കുന്ന ഉമ്മ. നിങ്ങൾക്ക് കഠിനമായ പരീക്ഷണങ്ങളുണ്ടോ? എന്നാൽ അതിന്റെ അർത്ഥം നിങ്ങൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളാണ് എന്നാണ്. നിങ്ങൾക്ക് പരീക്ഷണങ്ങളില്ലേ? സുഖസമ്പൂർണമാണോ നിങ്ങളുടെ ജീവിതം? നിങ്ങൾ ഭയപ്പെടണമെന്ന് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കരുണയുടെ നോട്ടം നിങ്ങൾക്ക് നേരെയില്ല എന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്. ഏത് പരീക്ഷണങ്ങൾ വന്നാലും ചിത്തതയോടെ നേരിടാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അപ്പൊ അല്ലാഹു പറഞ്ഞ ഒരു പരീക്ഷണം ഭയമാണ്. മുസ്ലിം ഉമ്മത്ത് ആ ഒരു പരീക്ഷണം നേരിട്ട് കൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലേ? ലോകത്തെല്ലായിടത്തും അങ്ങനെ ഒരു പേടിയാണ്. ഇന്ത്യ രാജ്യത്തും അങ്ങനെയാണല്ലോ. വല്ല സുഖവും സ്വസ്ഥതയുണ്ടോ എന്നൊന്ന് ആലോചിക്കുക നിങ്ങൾ. വല്ല സുഖവും സ്വസ്ഥത, കുറെ പൈസ കയ്യിൽ നിന്നല്ലാതെ എന്ത് സുഖം സ്വസ്ഥത? ഒരു സ്വസ്ഥതയില്ല. എന്താ? ഒരു പേടി, ഒരു ഭയം. ഒരു ഭയം, ഇലക്ഷൻ എന്താകുമെന്ന പേടി, ഇനി ആര് ഭരണത്തിൽ വരുമെന്ന പേടി, ഇനി നിയമങ്ങൾ എന്തൊക്കെയാകുമെന്ന പേടി, ഒരു പേടി, ഒരു സുഖമില്ല, ഒരു ഭയം. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണം. ആ പരീക്ഷണത്തിന്റെ കാരണങ്ങൾ എന്തുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ട, അതിന്റെ വിഷയത്തിൽ പെടാത്തോണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അത് ചർച്ച ചെയ്യേണ്ടതാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴാണ് ഭയം നൽകിയിട്ട് പരീക്ഷിക്കുക എന്ന് കൃത്യമായി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഭയപ്പെടുത്തിയിട്ട് അല്ലാഹു പരീക്ഷിക്കുന്നത് എപ്പോഴാണ് എന്ന് കൃത്യമായി അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അതിൽ ഒന്ന് റസൂലുള്ളാഹി പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, പലിശയുടെ പണം ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അസ്വാബഹുൽ ജനാൻ, വ്യത്യസ്തമായ രീതിയിലുള്ള മാനസിക രോഗങ്ങൾ ആ ജനതയെ പിടികൂടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെയിൻ ബിസിനസ്. എന്നോട് ഈയിടെ ഒരാൾ പറഞ്ഞു, അതിൽ ചില ഉസ്താക്കന്മാരൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഇങ്ങനെ ഞങ്ങളെ ഹറാമാന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ, എന്റെ മാതിരി വേഷം തുണിയും ജുപ്പിയൊക്കെ ഇട്ട അതിനൊക്കെ അർത്ഥം പോലെ ഉസ്താക്കന്മാരുണ്ട്. ചെയിൻ ബിസിനസ്. അതേപോലെ ഫിക്സഡായി ലാഭം ചെയ്യുന്ന ബിസിനസ്സുകൾ. പലിശ വാങ്ങനോട് അള്ളാഹു പറഞ്ഞാൽ അറിയോ, പടച്ചോനോട് അള്ളാനോടും റസൂലുള്ളാഹിനോടും യുദ്ധം ചെയ്യാൻ തയ്യാറായി കൂടിയൂലെന്നാ, കഴിച്ചിലാവൂല. ഈ സദസ്സിൽ ഏതെങ്കിലും ഉമ്മാര് സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിട്ട് പണം വാങ്ങിയ ആൾക്കാരുടെ നാളെ തന്നെ പോയിട്ട് തിരിച്ചെടുത്തോളി, അല്ലാത്ത മുഴുവൻ ആൾക്കാർ ഇവിടുന്ന് നീച്ചു പോകണം, ദ്വാക്ക് ഉത്തരം കിട്ടൂല. അല്ലാത്തൊരു കുട്ടിയും ഈ സദസ്സിലിരിക്കാൻ പാടില്ല. അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും യുദ്ധം ചെയ്യാൻ തയ്യാറായിക്കോളൂ. പലിശ ഇടപാട് അവസാനിപ്പിക്കാത്തവർ എന്ന് ഖുർആൻ. ആയത്താണ് വിഷയം, ആയത്താണ്. എന്റെ കുട്ടിനെ കെട്ടിക്കാൻ പണയം വെച്ചതാ. ആരടി പറഞ്ഞത് എന്റെ കുട്ടിനെ കെട്ടിക്കാൻ സ്വർണം പണയം വെക്കാൻ? സതേ വീടും പറമ്പും ആധാരവും പഴയെങ്കിൽ കൊണ്ടുപോയി വെച്ചത് കുട്ടിനെ കെട്ടിക്കാനാ. ആരടി പറഞ്ഞത് എന്നോട് പലിശക്ക് പണം വാങ്ങാൻ? അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് യുദ്ധത്തിന് തയ്യാറായിക്കോളൂ നിങ്ങളെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. പലിശ ഇടപാടിന്റെ ഒരു അനന്തര ഫലമാണ് മാനസിക രോഗമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞങ്ങളുടെ കടക്കുന്നില്ല, അതെന്റെ വിഷയമല്ല, അത് വേറെ പറയേണ്ട വിഷയമാണ്. അപ്പോ അല്ലാഹു വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം നൽകിയിട്ട് നിങ്ങൾ അല്ലാഹു പരീക്ഷിക്കാമെന്ന് ഖുർആൻ. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജാ, രണ്ടാമത്തെ പരീക്ഷണത്തിന്റെ മേഖല അല്ലാഹു പറഞ്ഞത് വൽ ജാ, വൽ ജൂ, വിശപ്പ് നൽകിയിട്ടും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കാമെന്നാണ്. വിശപ്പ് നൽകിയിട്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കാമെന്ന്. അല്ലാഹു അലം, ആ ഒരവസ്ഥയ്ക്കാണ് പോക്ക്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു അലം. ആ ഒരവസ്ഥയിലേക്കാകുമോ പോവുക അറിയില്ല. കാര്യങ്ങളുടെ ഗതി എന്താകുമെന്ന് പറയാൻ പറ്റില്ല.
35 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന സാഹചര്യം എന്താ, അല്ലെ ഒരു 60 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന സാഹചര്യം, അത് തിരിച്ചു വരുമോ? അല്ലാഹു അലം. നമ്മളെ കളി കണ്ട തിരിച്ചു വരുന്ന തോന്നുന്നു. കുറെ ഭക്ഷണം ഉണ്ടാക്കും, ബാക്കിയൊക്കെ കൊണ്ടുപോയി വലിച്ചെറിയും. നമ്മൾ മനസ്സിലാക്കണം, ലോകത്ത് കുറെ മനുഷ്യന്മാരുണ്ട് ഒരു നേരം അന്നം തിന്നാൻ കിട്ടാതെ കഴിയുന്നവർ എന്ന് ഓർക്കുന്നത് നല്ലതാണ്. 5 ആളെ വീട്ടിലുള്ളൂ, 5 ആൾക്കുള്ള റോട്ടി ഉണ്ടാക്കിയാൽ മതി. 10 ആൾക്കുള്ള റോട്ടി ഉണ്ടാക്കിയിട്ട് എന്തിനാ കൊണ്ടുപോയി കളയണ? 2 ആളെ വീട്ടിലുള്ളൂ, 2 ആൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി. എന്തിനാ 5 ആൾക്കുള്ള ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി കൂട്ടണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് 10 ആൾക്കുള്ള ഭക്ഷണം 5 ആൾക്ക് തിന്നാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ 2 ആളുടെ ഭക്ഷണം മതി 3 ആൾക്കെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലേ, മംഗലത്തിന് ആട് ബിരിയാണി, കാട ബിരിയാണി, പോത്ത് ബിരിയാണി, ചെമ്മീൻ ബിരിയാണി, അക്കോറ ബിരിയാണി. ആന ബിരിയാണി ഇല്ലാത്ത ആന ഹലാലല്ലാത്തോണ്ടാ പാവ ആനകൾ കഴിച്ചിലായത്. എല്ലാം കൂടി ഉണ്ടാക്കി വെച്ചിട്ട് കുറെ തിന്ന്, മൃഗങ്ങൾ തിന്നണാരി കുറെ അങ്ങോട്ട് നടന്ന് കുറെ ഇങ്ങോട്ട് നടന്ന് അങ്ങനെ കൂടി തിന്ന് ബാക്കിയുള്ള കൂടി കൊണ്ടുപോയി കുഴിച്ചിട്ടു. فَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ. വിശപ്പ് നൽകിയിട്ടും നിങ്ങളെ നാം പരീക്ഷിക്കാമെന്ന് അല്ലാഹു. ഷുഗർ, വിശപ്പ് മുഖം അല്ലാഹു നൽകുന്ന ഒരു വിശപ്പ് കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുന്ന പരീക്ഷണത്തിന്റെ ഒരു കോലാണ്. ആഗ്രഹമുണ്ട് ഭക്ഷണം തിന്നാൻ കഴിയുന്നില്ല, തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. തിന്നാൻ പൂതിണ്ട്, പക്ഷെ തിന്നാൻ പാടില്ല. വിശപ്പ് നൽകിയിട്ട് അല്ലാഹു പരീക്ഷിക്കാമെന്ന്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി നബിയുനാ മുഹമ്മദ് മുസ്തഫ ഈ വിഷയത്തിലും കഠിനമായി അല്ലാഹു പരീക്ഷിച്ചത് അല്ലാഹുവിന്റെ ഹബീബിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിലുണ്ടല്ലോ ഒരു താഴ്വര, ആ താഴ്വരയുടെ പേരാ ജബൽ. ആ താഴ്വരയുടെ പേരാണ് ശൈബ് അബീ താലിബ് എന്ന്. കൂടെ ഹജ്ജിനോ ഉംറക്കോ വരുന്ന ആളുകൾ ആ താഴ്വരയിൽ നിർത്തിയിട്ട് ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് പറയാതെ, കാണിച്ചു കൊടുക്കാതെ മക്കയിൽ നിന്ന് തിരിച്ചു പോരാൻ കഴിയില്ല. ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവുണ്ടല്ലോ, 3 കൊല്ലമാ അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ ആ താഴ്വരയിൽ കഴിഞ്ഞുകൂടിയത്. അല്ലാഹുവിന്റെ ഹബീബ് മാത്രമല്ല, ഖദീജ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മക്കൾ, അതേപോലെ സ്വഹാബികളിൽ പ്രധാനികളായ ചില ആളുകളോ മക്കക്കാരെ തടഞ്ഞു വച്ചതാ. അല്ലാഹുവിന്റെ ഹബീബ് മക്കയുടെ വെളിയിൽ പോയല്ലോ. മക്കയിലെ പീഡനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോ അമ്മാവന്മാരോട് സഹായം ചോദിക്കാൻ പോയതാ. അമ്മാവന്മാരെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല, കല്ലെറിഞ്ഞാണ് അടി ഓടിച്ചത് അല്ലാഹുവിന്റെ ഹബീബിനെ. തിരിച്ചു മക്കയിലേക്ക് വരുമ്പോഴാ മക്കക്കാർ പറഞ്ഞത്, മുഹമ്മദേ, ഇനി മക്കയിലേക്ക് നീ കയറാൻ പാടില്ല. നീ ഞങ്ങൾക്കെതിരെ അന്യ നാട്ടുകാരോട് സഹായം ചോദിക്കാൻ പോയ ആളാ. അല്ലാഹുവിന്റെ ഹബീബിനെ ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന വലഞ്ചെരുവിൽ തടഞ്ഞു വെക്കുകയാ. ആലോചിക്കണം ഉമ്മ, നമുക്കെന്ത് പരീക്ഷണമാ ഉണ്ടായെന്ന് നമ്മൾ പറയുന്നത്? എന്റെ പ്രിയമുള്ളവരെ, നമുക്കെന്ത് പരീക്ഷണം ഉണ്ടായെന്നാ നമ്മൾ പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് കടക്കുന്നുണ്ടോ എന്നറിയാൻ, മക്കയിൽ നിന്നാരെങ്കിലും റസൂലുള്ളാഹിക്ക് വെള്ളമോ ഭക്ഷണമോ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടോ എന്നറിയാൻ ആ താഴ്വരക്ക് ചുറ്റും നോക്കാൻ ആളുകളെ ഏൽപ്പിച്ചല്ലോ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, ഖദീജ, പ്രിയപ്പെട്ടവരെ, എന്നെ ശത്രുക്കൾ തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഖദീജ,
ഈ താഴ്വരയിൽ ഇനി വെള്ളം കിട്ടില്ല ഖദീജ, ഭക്ഷണം കിട്ടില്ല ഖദീജ. അതുകൊണ്ട് ഖദീജ അങ്ങ് പിഞ്ചു പൈതങ്ങളെ കൂട്ടിയിട്ട് അങ്ങയുടെ വീട്ടിലേക്ക് പോയിക്കോളൂ ഖദീജ. അങ്ങേക്ക് പട്ടിണി കിടന്ന് ശീലമില്ലല്ലോ ഖദീജ. ഖദീജ, ഞാൻ ചെറുപ്പത്തിലെ വാപ്പയില്ലാതെ ജനിച്ച മോന. ഞാൻ ജനിക്കുമ്പോഴേ എന്റെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട്. ഖദീജ 6-ാം വയസ്സിൽ ഉമ്മ പോയതാ, 8-ാം വയസ്സിൽ പിതാമഹൻ പോയതാ. പിന്നെ എന്റെ പിതൃവനായ എന്റെ മൂത്താപ്പയായ അബൂ താലിബിന്റെ വീട്ടിലാണ് ഞാൻ വളർന്നത്. ഖദീജ, എന്റെ മൂത്താപ്പയുടെ വീട്ടിൽ ഭക്ഷണം എപ്പോഴും കിട്ടാറില്ല ഖദീജ. അതുകൊണ്ട് എനിക്ക് പട്ടിണി കിടന്ന ശീലമുണ്ട് ഖദീജ. അങ്ങ് ഖുവൈലിദിന്റെ മകളായി ജനിച്ചവളല്ലേ, അങ്ങേക്ക് പട്ടിണി എന്താണെന്നറിയില്ലല്ലോ ഖദീജ. അതുകൊണ്ട് അങ്ങയുടെ വീട്ടിലേക്ക് പോയിക്കോളൂ ഖദീജ. ആ സമയത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അങ്ങെന്താ എന്നോട് പറയുന്നത് നബിയേ? അങ്ങേ താഴ്വരയിൽ വെള്ളം കിട്ടാതെ ദാഹിച്ച് തൊണ്ട വരഞ്ഞ് മരണത്തോട് മല്ലടിക്കുമ്പോ ഖദീജ ദാഹം തീർത്ത് വെള്ളം കുടിക്കണമെന്നോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങ് ഭക്ഷണമില്ലാതെ ഈ താഴ്വരയിൽ കടന്ന് പട്ടിണിയോട് മല്ലടിക്കുമ്പോ ഖദീജ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണമെന്നോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങേക്ക് ഭക്ഷണമില്ലേ, ഖദീജക്ക് ഭക്ഷണം വേണ്ട നബിയേ. അങ്ങേക്ക് വെള്ളമില്ലേ, ഖദീജക്ക് വെള്ളം വേണ്ട യാ റസൂലല്ലാഹ്. അങ്ങേ താഴ്വരയിൽ കിടന്ന് പിടഞ്ഞു മരിക്കുകയാണോ? അങ്ങയുടെ കൂടെ പട്ടിണി കിടന്ന് പിടഞ്ഞു മരിക്കാനാ ഖദീജക്ക് ഇഷ്ടം യാ റസൂലല്ലാഹ്? അബീ ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവില 3 കൊല്ലം അല്ലാഹുവിന്റെ ഹബീബ് പട്ടിണി കിടന്നത് സ്വഹാബികൾ രേഖപ്പെടുത്തിയല്ലോ ആ ദിവസങ്ങളുടെ കാഠിന്യത്തെ കുറിച്ച്. നിങ്ങൾ ആലോചിക്കണം. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, 1-2 ദിവസം 1-2 ആഴ്ച രോഗമായി ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വരുമ്പോഴാ എന്തൊക്കെ പരാതിയാ. ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, വായക്ക് കയ്പ, വല്ലാത്ത ക്ഷീണ, വല്ലാത്ത ബുദ്ധിമുട്ട്. ഓർക്കണേ, 3 കൊല്ലമാ അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബികൾ രേഖപ്പെടുത്തുന്നുണ്ട്. മക്കയിലെ ഈ താഴ്വരയിലെ വൃക്ഷങ്ങളിലെയും അതേപോലെ ആ പാറക്കെട്ടുകൾക്കിടയിൽ ഉണ്ടാകുന്ന പുൽച്ചെടികളും തിന്ന അല്ലാഹുവിന്റെ ഹബീബ് കഴിഞ്ഞുകൂടിയത്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ മലം ആട്ടിന്റെ മലം പോലെയായിരുന്നു എന്ന് സ്വഹാബികൾ രേഖപ്പെടുത്തുന്നുണ്ട്. ولنبلونكم بشيء من الخوف والجوع. നിങ്ങളെ വിശപ്പ് നൽകിയിട്ടും അല്ലാഹു പരീക്ഷിക്കാം എന്ന് അല്ലാഹു തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഭയം തന്ന് പരീക്ഷിക്കാം, വിശപ്പ് തന്ന് പരീക്ഷിക്കാം. അല്ലേ, നല്ല ജോലി ചെയ്യുന്നു, വീട്ടിൽ ഭയങ്കര ഖുഷിയുന്നു, പിന്നെ മൂപ്പര അറബി കടക്കെ പിടിച്ചെടുത്തു. നേരത്തെ BMW സഞ്ചരിച്ച ആളാണ്, ഇപ്പൊ അയാൾക്കൊരു ബൈക്ക് പോലും ഇല്ല. അല്ലാഹുവിന്റെ പരീക്ഷണാണ്. അത് അപ്പുറത്തോ എനിക്ക് ചെയ്തതാണ്, അങ്ങനല്ല. അത് മറ്റോ എനിക്ക് പാര വെച്ചതാണ്, അങ്ങനല്ല. ഞാൻ ഏടോ പോയപ്പോ അയാള് പറഞ്ഞത്, ആ കറുത്ത സാരി ഉടുക്കണ ആളുണ്ടല്ലോ നിങ്ങളെ കുടുംബത്തില്, ഓല സൂക്ഷിക്കണം എന്നാ പറഞ്ഞു. കറുത്ത സാരി ഉടുക്കണ എത്ര പെണ്ണുങ്ങളുണ്ട്. ഓലൊക്കെ നീ ആരോ എന്തോ പറഞ്ഞതിന്റെ പേരിൽ സംശയിക്കുക, ആരോ എന്തോ പറഞ്ഞതിന്റെ പേരിൽ സംശയിക്കുകയോ. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ. അല്ലാഹു നല്ലപോലെ തന്നിട്ട് പിന്നെ അല്ലാഹു നിങ്ങൾക്ക് തരാതെ നിങ്ങളെ പരീക്ഷിക്കാം. അങ്ങനത്തെ ഒരു സാഹചര്യം അമ്മാരിഞ്ഞ് വരാൻ പോകുന്നത്. നേരത്തൊക്കെ എല്ലാ മംഗലത്തിനും പുതിയ ഡ്രസ്സ് വാങ്ങിയില്ലേ, ആ കളിയൊക്കെ നിൽക്കാൻ പോവാ. ഇനി ഒരു കൊല്ലത്തിന് ഒരു ഡ്രസ്സ് തന്നെ കിട്ടുമോ എന്നുള്ള അവസ്ഥയിലേക്ക് പോകും കാര്യങ്ങൾ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാം. അതാണ് തൊട്ടടുത്തായി അല്ലാഹു പറയുന്നത്, നിങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് കുറച്ചും പരീക്ഷിക്കാമെന്ന്. ഞാൻ കേട്ടല്ലോ ഒരാളെ കുറിച്ച്, മസ്കത്തിലെ വലിയ കച്ചവടക്കാരന് ഒരുപാട് ഷോപ്പുണ്ടായിരുന്ന ആളാണ്. അല്ലാഹു അദ്ദേഹത്തിന് സലാമത്ത് നൽകട്ടെ. നല്ല മനുഷ്യനാ, നല്ല മനുഷ്യന്മാർക്ക് പരീക്ഷണം വരിക.
ഒരാൾ ഈടെ എന്നോട് ചോദിച്ചു, ഉസ്താദേ അല്ല പിന്നെ ഇന്ന ആള് നിങ്ങൾക്ക് അറിയില്ലേ, അയാൾ ഇങ്ങനെ പറയാം, ഇന്ന ആള് അയാൾ എല്ലാവിധ കുഴപ്പമുണ്ടാക്കില്ലേ, പക്ഷെ അയാൾക്കാണല്ലോ ബർക്കത്ത്. നമ്മളൊക്കെ അങ്ങനെ വയന്നെടുക്കാണ്, ഓരോ ദിവസം പോകുമ്പോഴും കീപ്പട്ടാണ്, ബലാലിനാണല്ലോ ബർക്കത്ത്. അങ്ങനെ തന്നെയല്ലോ റസൂലുള്ളാഹി പറഞ്ഞു. സ്വഹാബികൾ ചോദിച്ചല്ലോ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചല്ലോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, നമ്മള് അങ്ങക്ക് കടക്കാൻ ഒരു കട്ടിലില്ല, വിരിക്കാൻ ഒരു വിരിപ്പില്ല, ഉടുക്കാൻ ശരിക്കുള്ള ഒരു വസ്ത്രമില്ല, കഴിക്കാൻ ശരിക്കും ഭക്ഷണമില്ല നബിയേ. അങ്ങ് അള്ളാന്റെ ആള്, നമ്മളൊക്കെ അള്ളാഹുവിന്റെ ആളുകൾ. കിസ്റയും കൈസറും ഒക്കെ നോക്കിയാണ് നബി എല്ലാ നേരവും സുഭിക്ഷമായ ഭക്ഷണം. അവർക്ക് വലിയ കൊട്ടാരങ്ങളാണ്, അവർക്ക് ദാസിമാരാണ്, എല്ലാ സുഖ സൗകര്യങ്ങളുമാണ്. എന്താ നബി ഇതിന്റെ രഹസ്യമെന്ന് ഹബീബിനോട് ചോദിച്ചപ്പോഴല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്താ? അവർക്ക് ദുനിയാവാണ് അല്ലാഹു കൊടുത്തത്, വലനൽ ആഖിറ, നമുക്കൊരിക്കലും അറ്റമില്ലാത്ത പാരത്രികമായ ജീവിതമാണ് അല്ലാഹു നമുക്ക് ഓഫർ ചെയ്തത് എന്ന്. അതുകൊണ്ട് ദുനിയാവിൽ വലിയ സുഖവും സൗകര്യവും നമുക്ക് കുറവായിരിക്കുമെന്ന് അല്ലാഹു പരീക്ഷിക്കാം. സ്വത്ത് കൊടുത്തുകൊണ്ടും സ്വത്ത് കുറച്ചുകൊണ്ടും അല്ലാഹു പരീക്ഷിക്കാമെന്ന്. മസ്കത്തിലെ വലിയ കച്ചവടക്കാരന്, എനിക്കറിയാവുന്ന ആളാ, ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്ന ആളാ, നേരത്തെ കച്ചവടം ചെയ്ത് ധാരാളം ഉണ്ടാക്കിയ ആളാ. അയാൾ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ധാരാളം സ്വത്തുകൾ ഭൂമി നാട്ടിൽ വാങ്ങി വെച്ച ആളാ. ഈയിടെ ഞാൻ കേട്ടത് അയാൾ ഓരോ സ്വത്തും ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. കടകൾ അറബി പിടിച്ചെടുത്തോ, അവിടെയുള്ള കടങ്ങൾ വീട്ടാനായി അവസാനം സ്വന്തം പറമ്പും വീടും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് എന്ന്. നല്ല മനുഷ്യനാ, ഇബാദത്ത് ചെയ്യുന്ന ആളാണ്. അല്ലാഹുവിന്റെ പരീക്ഷണമാണ് എന്റെ സഹോദരങ്ങളെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു പരീക്ഷിച്ചില്ലേ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന മുനവ്വറയിലേക്ക് പലായനം ചെയ്യുകയാ. മദീന മുനവ്വറയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് കടന്നു ചെല്ലുമ്പോൾ അവസ്ഥ എന്താ? മക്കയിലെ തന്റെ വീടും പറമ്പും വിട്ട അല്ലാഹുവിന്റെ ഹബീബ് കടന്നു പോകുന്നത് മദീന മുനവ്വറയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് ചെല്ലുന്ന സമയം തലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്റു അലൈനാ മദഅ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊതു ഫീനാ ജിദ ബിൽ അംരിൽ മുതാഇ. അല്ലാഹുവിന്റെ ഹബീബ് മദീന മുനവ്വറയിലേക്ക് എത്തുമ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വന്തം കാൽപാദങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന് ഭൂമിയിൽ വെക്കാൻ സ്വന്തം അധീനതയിൽ ഒരടി മണ്ണ് പോലും അല്ലാഹുവിന്റെ ഹബീബിന് ഉണ്ടായിരുന്നില്ല. ആലോചിക്കണം, സ്വന്തം വീട്ടിൽ നിന്ന് കുടിയിറക്കപ്പെടുകയാണ്. മദീന മുനവ്വറയിലേക്ക് എത്തുമ്പോൾ ഒരു പിടി മണ്ണ് പോലും സ്വന്തമായില്ലാത്ത പച്ച ദരിദ്രനാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഉസ്താദേ, കടം വന്നിട്ട് വീട് വെക്കേണ്ടി വന്നു എന്നല്ലേ പറയേണ്ടി വന്നിട്ടുള്ളോ? വീട് ഞങ്ങൾ 60 ലക്ഷത്തിന് വിറ്റിട്ട് 30 ലക്ഷം കടം വീട്ടിയിട്ട് 30 ലക്ഷത്തിനൊരു ചെറിയ സ്ഥലവും വീടും വാങ്ങേണ്ടി വന്നോ? വലിയ വീട്ടിൽ നിന്ന് ചെറിയ വീട്ടിലേക്ക് മാറി എന്നല്ലേ പെങ്ങളെ പരാതി. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു പരീക്ഷിച്ചത് ഉള്ള വീടും പറമ്പും ശത്രുക്കളുടെ മുമ്പിൽ വിട്ടേച്ചു പോകേണ്ടി വന്നു. മദീന മുനവ്വറയിലേക്ക് ചെല്ലുമ്പോൾ സ്വന്തം കാൽപാദം ഊന്നാൻ സ്വന്തം അധീനതയിൽ ഒരു പിടി മണ്ണ് പോലും അല്ലാഹുവിന്റെ ഹബീബിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നില്ല. സ്വത്ത് കുറച്ചിട്ട് അല്ലാഹു പരീക്ഷിക്കാം. ഞമ്മക്കൊക്കെ ഉള്ള പരാതി എന്താ? കച്ചവടക്ക് ഒരു 25% നടക്കണുള്ളൂ. കഴിഞ്ഞ അല്ലേ നമ്മളെ സ്വഭാവം തന്നെ എപ്പോ ചോദിച്ചാലും പറയാം, എന്താ വിശേഷം, എന്താ വിശേഷം എന്ന് വെച്ചാൽ പറയാൻ എന്താ ഒരു തുമ്പില്ല, രാവിലെയാണ് വൈകുന്നേരമാണ് പോകുന്നത്. കച്ചവടമൊക്കെ അങ്ങനെ അതൊന്നും പറയാക്കാനല്ലേ. എന്നാ ഈ ചങ്ങായി 35 കൊല്ലം അള്ളാഹു ലാഭം കൊടുത്തില്ലേ, എന്നാ ആ ലാഭം ആലോചിച്ച് മോൻ അടക്കി പറഞ്ഞു.
ബക്കറ്റ് വെറുതെ പോയാൽ കിട്ടൂല. പറഞ്ഞു അടക്കി ഒറ്റ സെക്കൻഡ്. എന്നാ ഈ ചങ്ങായി പറയണ്ടേ 35 കൊല്ലെങ്കിൽ അള്ളാഹു ലാഭ തന്നെ. അൽഹംദുലില്ലാഹ് 35 കൊല്ലം എന്താ ഉഷാറ്. 1 കൊല്ലം 2 കൊല്ലമൊക്കെ അങ്ങനെ ആയി എന്ന് കരുതി ഇപ്പൊ എന്താ പ്രശ്നം? അതല്ല, എപ്പോ ചോദിച്ചാലും പറയാ കേരളക്കാരന്റെ സ്വഭാവമാണ്. ഒരു സുഖല്ല. എപ്പോ ചോദിച്ചാലും മുഖം തന്നെ അങ്ങനെ, മുഖം തന്നെ അങ്ങനെ. പണ്ടൊരു അറബി മക്കളും ആക്സിഡന്റ് ആയി. 9 കുട്ടികളുണ്ട് വണ്ടിയിൽ. 8 ആളും മരിച്ചു, ഭാര്യയും മരിച്ചു. ഒരു കുട്ടി ഇയാളും രക്ഷപ്പെട്ടു. ആളുകൾ ഓടി വന്നിട്ട് ഈ അറബിയൊക്കെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, കണ്ട ഒരു കൈഫൽ ഹാൽ കൈഫൽ ഹാൽ. പോലീസുകാർ പോലും അങ്ങനെ വലിയ കുറ്റം ചെയ്യാനും പിടിക്കാൻ വേണ്ടി വരുമ്പോ അസ്സലാമു അലൈക്കും കൈഫൽ ഹാൽ എന്ന് ആദ്യം ചോദിക്കും. ഓടി വന്നിട്ട് കൈഫൽ ഹാൽ. അപ്പൊ ഇയാൾ പറയാം അൽഹംദുലില്ലാഹ്. ഇയാളോട് ആരോട് ചോദിച്ചു, 8 കുട്ടികളും ഭാര്യയും മരിച്ചെടുക്കും മങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ഞാനും ഒരു കുട്ടിയും കഴിച്ചില്ലായില്ലേ? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഞങ്ങളും മരിക്കാമായിരുന്നല്ലോ. അല്ലാഹു അനുഗ്രഹം നമ്മൾ ഓർക്കേണ്ടത്, അനുഗ്രഹമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.